അസ്സലാമലൈക്കും. എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു മീൻ ഫ്രൈ ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിനൊക്കെ കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുള്ള മീനൊക്കെ നമ്മൾ കഴിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ദശക്കെട്ടുള്ള ഏത് മീനായാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള മീനൊക്കെ നമ്മൾ വീട്ടിൽ സാധാരണ കൊണ്ടുവരുന്ന ഏകദേശം ദശക്കെട്ടുള്ള മീനായാലും കുഴപ്പമില്ല കേട്ടോ. ഇത് അതുപോലുള്ളൊരു മീനാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് തണുത്ത് പോയാൽ നമുക്കത് കഴിക്കാനൊരു കുഴഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ. അതല്ല നമ്മളിത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന മസാലകളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ചേർക്കാം. അപ്പോൾ ഞാൻ കുറച്ചധികം വെളുത്തുള്ളിയും അതുപോലെ ചുവന്ന മുളകും കൂടെ ചേർത്ത് വെക്കുന്നു കേട്ടോ. അത് നമ്മൾ എരിവിന് ആവശ്യമായത് നമ്മൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് മുളക് കൂടി നമ്മൾ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊരു 5-6 ചെറിയ ചുവന്ന മുളകുണ്ട്. അതുപോലെ ഒരു കുടം എന്താ പറയുക വെളുത്തുള്ളിയിൽ അതിൻ്റെ ഹാഫും ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്ന സീക്രട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവയല്ലേ, അത് റവയാണ് ഞാൻ അതിലേക്ക് ചേർത്തെടുത്ത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ റവയും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ചേർക്കുന്ന മഞ്ഞൾ, മുളക്, പെരിഞ്ചീരകം, ഉപ്പ് ഇത് മസ്റ്റായിട്ട് പെരിഞ്ചീരകം മസ്റ്റായിട്ടും ചേർക്കണം. അല്ലെങ്കിൽ നമ്മളെ മീൻ്റെ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളം ചേർക്കണ്ട, കണ്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ആ ഒരു കുഴഞ്ഞ കുറച്ച് ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊന്ന് വെള്ളം ഒഴിച്ചും കൂടി കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ മീനൊക്കെ ഇതുപോലെ വരട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ദശക്കെട്ടുള്ള മീനാണല്ലോ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ആ വരട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം ഒന്ന് മസാലയൊക്കെ നിറക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മസാല കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുക. അപ്പോൾ ഈ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീഡി മുള്ളനില്ലേ, നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന ദശക്കെട്ടുള്ള മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേദല അല്ലെങ്കിൽ ഐക്കൂറ അങ്ങനത്തെ മീനല്ല. പിന്നെ നമ്മൾ സാധാരണ എപ്പോഴും നമുക്ക് ഏകദേശം ദശക്കെട്ടുള്ള മീൻ ഡെയിലി നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ചെറുമീനിലൊക്കെ പെട്ടത് തന്നെയാണിത്. അങ്ങനെയുള്ളൊരു മീനാണിത് കേട്ടോ. ഞാനിതിൻ്റെ നടുക്കഷ്ണം നോക്കിയിട്ട് മാത്രം എടുത്തതാണ്. എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ മാവൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്ന മസാല. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മീനിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണ നന്നാക്കി ചൂടായതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അതല്ല നമ്മൾ ഡയറക്റ്റായിട്ട് നേരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ തിരിച്ച് മറിച്ചിടുമ്പോൾ മസാല മാത്രം ഒന്ന് മുരിഞ്ഞിട്ടുണ്ടാവില്ല, ഇതിൻ്റെ ഉള്ളൊന്നും വേവായിട്ടുണ്ടാവില്ല. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ മീൻ വെച്ചിട്ട് നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വേവിക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. അപ്പം എനിക്ക് എളുപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തവിയോ അല്ലെങ്കിൽ ചട്ടവോ ഒന്ന് വെച്ചിട്ടാണ് നല്ല ഞാൻ മറിച്ചത് കേട്ടോ. എനിക്ക് വേഗം ഒരു കത്തിയാണ് സുഖം. ഞാൻ ചപ്പാത്തി ആയാലും മീനായാലും ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചപ്പാത്തി ചുടുകയാണെങ്കിൽ എനിക്ക് വേഗം കത്തിൻ്റെ തല എടുത്തിട്ട് അതൊന്ന് മറിച്ചിടാനാണ് ഏറ്റവും സുഖം കേട്ടോ. ഞാൻ കത്തി കൊണ്ടാണ് ഞാൻ മറിച്ചിട്ടിരുന്നത്. ഇപ്പോൾ അതാ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ തിരിച്ചും മറിച്ചും വേവിച്ചിട്ട് ഇതുപോലെ
എന്ത് ചെയ്തിട്ടുണ്ട്, തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നാക്കി വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ മസാല തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ഇനി നമ്മൾ എത്ര സമയം വെച്ചാലും ഇത് തണുത്ത് പോയാലും ഇതേ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. ഇനി വേണമെങ്കിൽ ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ആ ഒരു മീൻ നമ്മൾ ഫ്രൈ ചെയ്ത് അതേ രീതിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളി മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നാരങ്ങ കൂടെ പിഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താണ്, മീനിൻ്റെ റെസിപ്പിക്ക് ഒരുപാടുണ്ട് ഫ്രൈ ചെയ്തിട്ടും, അതുപോലെ കറികളും പല ഐറ്റംസുകളും ഉണ്ട്. പിന്നെ മീൻ കൊണ്ട് നമ്മൾ ഇലയെ പരത്തിയിട്ട് പത്തി ചുട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ വീഡിയോയിൽ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ പോയിട്ട് കാണാം. നമ്മൾ ഈ മീൻ ഫ്രൈ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നമ്മൾ വീട്ടിലുള്ള മസാലകളും സാധനങ്ങളൊക്കെ തന്നെയാണ് എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കൊണ്ടൊന്നുമല്ല, കുറഞ്ഞ ചിലവിലുള്ള നല്ല സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ നമ്മൾ അകത്തുള്ളതാണ്, നമുക്ക് എങ്ങനെ അറിയാത്തതുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക, ദശക്കെട്ടുള്ള മീനൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ നമുക്കിന്ന് മോര്, മീൻ, വെണ്ടക്കൊണ്ട് കറി, പിന്നെന്താ ചോറുണ്ട്, ചപ്പാത്തി ഉണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മൾ കൂട്ടാൻ കേട്ടോ. ഇതാണ് ഞാൻ ഹസ്ബൻഡിന് ചോറെടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് മീൻ ഫ്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ മറ്റുള്ള വീഡിയോകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. പിന്നെന്താ, പിന്നെ നമ്മളെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.